ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയുടെ പുറത്ത് നമ്മുടെ മനാഫ്ക്കാക്കെതിരെ ഇന്ന് കേസെടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ അർജുൻ മനാഫ് പ്രശ്നത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് ഒട്ടനവധി സൈബർ ആക്രമണങ്ങളിരയാണ് അർജുൻ്റെ കുടുംബമായാലും മനാഫ് ഖാൻ്റെ കുടുംബമായാലും. ഒരുപാട് വേദനയോടാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. കാരണം 72 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ ഒരു ബോഡി കിട്ടിയതിന് ശേഷം മനാഫ് ഖാൻ പറയുന്നൊരു പത്രസമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനിയെങ്കിലും അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പരം ജീവിക്കാൻ അദ്ദേഹത്തിനെ വിടുക. കാരണം അതിന് മുന്നേ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരു ആളാണ് ഈ മനാഫ് ഖാൻ എന്ന് പറയുന്നത്. കാരണം മനാഫ് ഖാൻ ചന്ദനം കടത്തിയെന്നും അതുപോലെ തന്നെ കള്ളപ്പണം കടത്തിയെന്നും അതാണ് പരിപാടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സൈബർ ആക്രമണം അതുപോലെ തന്നെ മനാഫ് ഖാൻ്റെ തുടക്കത്തിൽ തന്നെ നേരിട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്നെ തീരുമാനമെടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കാണെന്ത്, അർജുനെയും കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് തിരിച്ചു വരികയുള്ളൂ എന്നുള്ളൊരു വാക്ക് കൊടുത്താണ് മനാഫ് ഖാക്ക് അവിടുന്ന് വണ്ടി കയറി പോകുന്നത്. അതിനുശേഷം മനാഫ് ഖാ നമ്മളെ ഇവരും കാണുന്ന ഒരു മുതലാളി എന്ന ഒരു ചിത്രത്തിനപ്പുറത്തേക്കൊരു മുതലാളിയെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടത് ഈ മനാഫ് ഖായുടെ ചിത്രത്തിലൂടെയാണ്. കാരണം നമ്മൾ സിനിമയിലായാലും ജീവിതത്തിലായാലും നമ്മൾ കാണുന്ന ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഒരു മുതലാളിയാണ്. പക്ഷേ അതിൽ നിന്നും ഒട്ടനവധി കേരളക്കരയുടെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു മുതലാളിയായിരുന്നു മനാഫ് ഖാൻ. അദ്ദേഹത്തിൻ്റെ തൊഴിലാളിക്ക് വേണ്ടി 72 ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും കുട്ടികളെയും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അർജുനരികിൽ അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടുന്നത് വരെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായി ഒരുപാട് വിഷമങ്ങളും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടതും ഉണ്ടായിരുന്നു. ആ സമയത്ത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോളുകൾ അദ്ദേഹത്തിന് വരികയാണ്. ആ കോളുകളെല്ലാം കൂടി അറ്റൻഡ് ചെയ്ത് എല്ലാവരോടും അദ്ദേഹത്തിന് ഇതിൻ്റെ റെസ്പോൺസ് അറിയിക്കുന്നതിന് പകരം അദ്ദേഹം ആലോചിച്ചു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വിവരങ്ങൾ അതിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതാണിപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു അവകാശം ഇന്ത്യൻ നിയമപ്രകാരം എല്ലാവർക്കുമുണ്ട്, അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നും അതുപോലെ തന്നെ കലാപാഹ്വാനത്തിനുള്ള തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു എന്നുമാണ് ഇപ്പോൾ പോലീസിന് പരാതിയിൽ FIR ഇട്ടിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് വരികയാണ്. പോലീസ് തന്നെ പറയുന്നത് അങ്ങനത്തെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സെർച്ച് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കമൻറ്റും ഇതെല്ലാം പരിശോധിച്ച ശേഷം അതുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കേസ് അദ്ദേഹത്തിന് ചാർജ് ചെയ്യുകയുള്ളൂ എന്നാണ്. എന്നാലും FIRൽ ഇപ്പോൾ മനാഫ് ഖാക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് രണ്ട് വശമുണ്ട്. ഒന്ന് പറയാൻ, നമ്മൾ മനാഫിനെതിരെ നല്ലത് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബ്രദർ പത്രസമ്മേളനം നടത്തി ആദ്യം തന്നെ നന്ദി പ്രകാശനം നടത്തുന്ന സമയത്ത് നമ്മുടെ മനാഫ് ഖാനെ മാത്രം വിട്ടുപോകുന്ന ഒരു സന്ദർഭത്തിലാണ് മനാഫ് ഖാക്ക് ഒരുപാട് പിന്തുണയേറുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഒരു സൈബർ ആക്രമണത്തിലേക്ക് പോകാനും അതുപോലെ തന്നെ ഈ ജനങ്ങളെല്ലാം ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെ കമൻ്റായാലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ വഴിയും ഇങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യത വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അമ്മക്ക് മോൻ നഷ്ടപ്പെടുന്നു, ഒരു ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. ആ കുടുംബത്തിൻ്റെ താങ്ങായ ഒരു ആൾ പോകുന്ന ഒരു മാനസിക വിഷമത്തിൽ നിന്നാണ് അവരങ്ങനെ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിൽ എനിക്ക് ഒട്ടും വിഷമമില്ല എന്ന് നമ്മളെ മനാഫ് ഖാൻ തന്നെ വളരെ അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനില്ലാത്തൊരു പരാതി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ മാതിരി അദ്ദേഹത്തിനൊരു തൊഴിലാളിയും ഒരു ലോറിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അപ്പുറത്ത് അർജുൻ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ നഷ്ടപ്പെടുകയാണ്. ആ വേദനയിലുണ്ടാകുന്ന ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ പ്രതികരിക്കുന്നത്. പക്ഷേ മനാഫ് ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റിയെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പത്രക്കാർ സഹോദരിയോട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ലോറിക്ക് അർജുൻ്റെ പേരാണ് പുതിയ ലോറിക്ക് ഇടാൻ പോകുന്നത് പറഞ്ഞപ്പോൾ മനാഫ് ഖാൻ പറയുന്നുണ്ട്, ടാറ്റ ബിർള പോലത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഐക്കൺ പേര്, ബ്രാൻഡഡ് പേരൊന്നും അല്ലല്ലോ ഈ അർജുൻ എന്ന് പറയുന്നത്, അതിൻ്റെ ലോറിക്ക് ഇടുന്നു പറയുന്നത്. അത് അവരുടെ കുടുംബത്തിനെ വിഷമപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അർജുൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കത് ടാറ്റനെക്കാട്ടിലും അതുപോലെ തന്നെ ബിർളനെക്കാട്ടിലും അതുപോലെ തന്നെ ഏതൊരു ബ്രാൻഡ് ഐക്കണിനെക്കാട്ടിലും കുറച്ചുകൂടി ബ്രാൻഡ് മൂല്യം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിനോട് തന്നെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ആർക്കും ഏത് പേരും ഇടാം, കാരണം അതൊരു ബ്രാൻഡഡ് പേരൊന്നുമല്ല. പക്ഷേ ഒരു പ്രതികരണം അദ്ദേഹത്തിന് ഒരു കുടുംബത്തിനെ കുറച്ച് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവാം.
അതിലും അവർക്ക് കുറച്ച് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മനാഫ് ഖാ തിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ഇടുന്നില്ല എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ നിന്നും അർജുൻ്റെ ഫോട്ടോ ഒക്കെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലവരായ ജനങ്ങളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, രണ്ട് ഭാഗത്തു നിന്നും ചളിവാരി എറിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളക്കരയുടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് നിന്ന ഈ ഒരു സംഭവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് പരസ്പരം ആക്രമിക്കുന്നതിന് അതിൽ നമുക്ക് രണ്ടാളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കൊണ്ട് തീർക്കേണ്ട ഒരു പ്രശ്നം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കൊണ്ടുപോയി ഒരുപാട് മോശമായി വക്രീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഈ സാധനം പോയതിന് കാരണം തന്നെ ഇതാണ്. അതുകൊണ്ട് അത് ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമ്മളെപ്പോലുള്ള ആരെങ്കിലും അങ്ങനത്തെ ഒരു കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടോ അവർ അർജുൻ്റെ കുടുംബത്തിനെ ആയാലും അതുപോലെ തന്നെ മനാഫ് ഖാൻ്റെ കുടുംബത്തിനെ ആരും ആക്രമിക്കരുത് എന്നും അത് സോഷ്യൽ മീഡിയയിൽ നിന്നും തീർച്ചയായിട്ടും അത്തരം പ്രവൃത്തികളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മലയാളികളെല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ ഈ അർജുന് വേണ്ടി എല്ലാ മലയാളിക്കരയിലെ എല്ലാ മനസ്സുകളും ഒരുപോലെ തന്നെ അദ്ദേഹത്തിനെ ആദ്യം ജീവനോടെ കിട്ടാനും അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡിയെങ്കിലും കിട്ടി ദഹിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്നെങ്കിലും ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേർ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരു ഐക്യം നമ്മുടെ കേരളക്കാർക്ക് മൊത്തം ഇതുപോലെ തന്നെ തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആരും തന്നെ അത്തരമൊരു സൈബർ ആക്രമണത്തിനോ അതുപോലെ തന്നെ നിജമായ ഒരു പ്രവൃത്തിക്കോ മുതിരാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. ജയ് ഹിന്ദ്.